Welcome to Bindu's Dreams. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴേ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചേട്ടനെ ഇതുപോലെ ഒന്ന് അടുത്ത് അടക്കി ഒതുക്കി ഇരുത്താൻ ഇച്ചിരി പാടാ. ഇപ്പൊ തന്നെ കാലിട്ട് ഇങ്ങനെ പിടപ്പിച്ചോണ്ടിരിക്കുക. ഇവിടെ ഞാൻ കണ്ട് കാലടക്കിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ ചേട്ടനെ ഇങ്ങനെ ഒന്ന് അടക്കി ഒതുക്കി ഇരുത്താൻ ഇച്ചിരി പാടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്കൊരു വീഡിയോ എടുക്കാം, നമുക്കൊരു സബ്ജക്റ്റ് ഇടാം, ആ സബ്ജക്റ്റിനെ പിന്തുടർന്നു കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു 10-12 മിനിറ്റ് വെറുതെ സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനെ ഒന്ന് വീഡിയോയിൽ കിട്ടാനായിട്ട് ഞാൻ പെടാപ്പാട് പെട്ടോണ്ടിരിക്കുവാണ്. ചേട്ടൻ ഇങ്ങനെ ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി കണ്ടുപിടിച്ച് ചെയ്യും. അപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ ഞാൻ ക്യാമറ നോക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ആ പണിയോടെ തീർന്നിട്ടുണ്ടാകും. പിന്നെ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണം കേട്ടോ, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയുമല്ല. അടപ്പില് തീയിട്ടുണ്ടിരുന്നപ്പോ വീഡിയോ എടുക്കാതെ പാഞ്ഞു വന്നപ്പോഴത്തേക്ക് തീയിടൽ നിർത്തിയിട്ട് വിറക് വറക്കാൻ പോയി. പിന്നെ വിറക് എടുത്തോണ്ടോ എങ്കിലും എടുക്കാമെന്ന് ഓർത്തു. അതാണ് എന്റെ ദയനീയമായ അവസ്ഥ. ഞാനാണെങ്കിൽ ആമ നടന്നു പോകുമ്പോലെ ചേട്ടൻ മുയൽ ഓടും പോലെയുള്ള അവസ്ഥ എവിടെ കാണുന്നേ. സംസാരത്തിന്റെ കാര്യമാണെങ്കിലും ജോലിയുടെ കാര്യമാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ. ഞാൻ പതുക്കെ സ്ലോയിലൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ ഭക്ഷണം ഞാൻ 2 മണിക്കൂർ ഞാനും കഴിച്ചു വരുമ്പോഴത്തേക്കും പ്ലേറ്റിന്റെ ഒരു സൈഡ് ഉണങ്ങിയിട്ടുണ്ടാകും. അത് ചെറുപ്പം മുതലുള്ള ശീലാണ്. അപ്പോൾ ഞങ്ങള് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല്, കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചു. ചേട്ടനോട് ചോദിക്കുകയാണ്, ഒരു വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഒരു വർഷം ബാക്കിലേക്ക് നോക്കുമ്പോൾ അന്ന് വന്നതും ഇന്ന് കാണുന്നതുമായ മാറ്റം എന്തൊക്കെയാണെന്ന്. ഒരു വർഷം ബാക്കിലേക്കുള്ള ചേട്ടന്റെ ലൈഫും ഒരു വർഷം ഫ്രണ്ടിലേക്കുള്ള ചേട്ടന്റെ ലൈഫും തമ്മിലുള്ള ചേഞ്ച്, ഇപ്പോഴത്തേക്കാളും അന്ന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. കല്യാണം കഴിഞ്ഞ് വന്നു, മാന്യമായിട്ടും എന്ത് കാര്യമുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സഹകരിച്ച് ഇപ്പോൾ ഇത് സാപ്പാട് വയ്ക്കാനും ശരി, പാത്രം കഴുകാനും ശരി, ഏത് പണിയിലായാലും എന്ത് കാര്യമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അല്ലാതെ വേറെ ഒന്നും പറയാൻ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു ഒരു വർഷം പിന്നിലേക്ക് എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞപ്പോ ഇപ്പോ എങ്ങനെയായിരുന്നു? ചേട്ടൻ ഒറ്റക്കൊക്കെ ആയിരുന്നപ്പോൾ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും. ഒരു വർഷം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് വീണ്ടും ഒരു വർഷം ആയില്ലേ? ആ ഒരു വർഷത്തിൽ വന്നതും അതിന് മുൻപിലുള്ള കാര്യങ്ങളും. അതിന് മുമ്പിലെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയുള്ളൂ. നമ്മള് കട പൂട്ടി വരുന്നു, വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കില്ല, വന്ന വഴിക്ക് തിരി കത്തിക്കും. അമ്പരാൻ്റെ പ്രാർത്ഥിച്ചിട്ടേ പിന്നെ ഡ്രസ്സ് മാറുള്ളൂ. അത് കഴിഞ്ഞ് ഒന്ന് ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം മൊബൈൽ നോക്കും. പിന്നെ ഫ്രണ്ടിലിറങ്ങി ഇങ്ങനെ ഇരിക്കും. രാത്രിയിൽ ഒരു 10-10:30 ആകുമ്പോഴത്തേനും കയറി വന്ന് കിടക്കും. രാവിലെ ഏക്കണേ ഞാൻ രാവിലെ ഏക്കണേ, ഇപ്പോഴും ശരിയാ അന്നും ശരിയാ. രാവിലെ ഏക്കണേ മോട്ടർ ഇടും. അത് കഴിഞ്ഞ് ഞാൻ ചായക്ക് വെള്ളം വയ്ക്കുള്ളൂ. അത് അങ്ങനെ ആയിപ്പോയി. അതിപ്പോഴും ഞാൻ അങ്ങനെയാണ്. ചായ കുടിക്കും. ചായ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവും. ഒരു 6:30-6:45 ആകുമ്പോഴത്തേക്കും ഞാൻ പറമ്പി പോകും. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങും രാവിലെ. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞ് അങ്ങനെ പോകും. ഇപ്പോഴും പോകേണ്ട കാര്യമുണ്ട്. പിന്നെ ഇപ്പോൾ ഇച്ചിരി താമസിച്ച പോകണമെന്നുള്ളൂ. പോകുന്നുണ്ട്, ഇല്ല പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പോവുകയും ചെയ്യും. അങ്ങനെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പഴയ രീതി അതിരാവിലെ ആയിട്ട് പോകില്ല. കാരണം ഒരു 8 മണിയാവില്ലേ, 8:30 ആകുമ്പോഴേ പോകണല്ലേ. കൊണ്ടുവിട്ടിട്ടേ ഞാൻ പോകുള്ളൂ. പറമ്പ് പോയി കഴിഞ്ഞാൽ എന്നാലും ഞാൻ ഉച്ചയാകുമ്പോഴത്തേനും വരും കേട്ടോ. ഉച്ച തന്നെയായാലും ശരി, ഉച്ചയാകുമ്പോഴത്തേനും 12 അല്ല 1 മണി 1:30 2 മണിയാകുമ്പോഴത്തേനും വരും. ഒന്ന് ചോറൊക്കെ കഴിക്കും. എന്നിട്ട് പിന്നെ ഒരു 2-2:30 ആയിട്ട് 3 മണി ആകാറും പോകും. എങ്ങനെയാ വെച്ചാൽ ഞാൻ ഒരു 4-4:30 ആകുമ്പോഴത്തേനും ആള് സ്പോട്ടിലുണ്ട്, വീട്ടിലുണ്ട്. ഇപ്പം പണ്ടൊന്നും അങ്ങനെയല്ല. വന്ന് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും
കടയിലാവുള്ളൂ. ഉം. കടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണി 7:30 ആകുമ്പോൾ വരും. അല്ല ഒത്തിരി താമസിക്കും. പണ്ട് ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഞാൻ അങ്ങനെ താമസിക്കില്ല, നേരത്തെ വരും, വീട്ടിലേക്ക് വരും. 7 മണി കഴിയുമ്പോഴത്തേനും കട അടിച്ച് ഞാനൊരു എങ്ങനെ വെച്ചാൽ 8 മണിക്ക് ഇപ്പോൾ വീട്ടിൽ ഹാജരാകും. ഇപ്പം അതിനേക്കാൾ ഇച്ചിരി നേരത്തെ ആയി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കൊല്ലം കൊണ്ട് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിലൊരു ഒരു ആളും അനക്കമുണ്ട്, മിണ്ടാട്ടമുണ്ട്. വന്നു കഴിഞ്ഞാൽ വർത്താനം പറയാനുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേന് കുരിശ് വരയ്ക്കുന്ന സമയത്താകുമ്പോൾ കുരിശ് വരയ്ക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ ചാപ്പാട് കഴിക്കുമ്പോൾ മിണ്ടി പറഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒറ്റയ്ക്കുള്ള ജീവിതം ഈ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഒത്തിരി ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇല്ലാന്നല്ല, നല്ലൊരു ഇതാണ് പോകുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ വഴക്ക് കൊടുക്കും, ചുമ്മാ തമാശ വഴക്ക് ചുമ്മാ എന്തെങ്കിലും അത് വഴക്കല്ല, വഴക്കല്ല, ഒരു ചുമ്മാ വഴക്ക് പറയും. വഴക്ക് കൂടുവല്ല, എന്നെ ചുമ്മാ വഴക്ക് പറയും. ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല. ചുമ്മാ അല്ല, എന്തെങ്കിലും കാര്യം കാണും. അതിന് വലിയ കാര്യമൊന്നുമില്ല, ദേഷ്യപ്പെടണോന്നൊക്കെ കാണിക്കും. ചുമ്മാ പറഞ്ഞ പക്ഷെ എനിക്ക് അതിലൊന്നും തോന്നാറില്ല. ഓ ഇടയ്ക്കൊക്കെ നോക്കും. എൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുമ്പോൾ നോക്കും, എന്നെ വഴക്ക് പറയാതെ പറയും. അതിന് വഴക്ക് പറഞ്ഞ എന്തിനാന്ന് ചോദിക്കാം. അതെന്താന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ നേരത്തെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ലെന്നേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ വഴക്ക് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു സങ്കടം വരും. ആ സങ്കടം വരുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നും. സത്യം പുറമേ ഞാൻ കാണിക്കില്ല, ഉള്ളിൽ എനിക്ക് ഭയങ്കര തോന്നും, സങ്കടം തോന്നും. പുറമേ ഞാൻ കാണിക്കില്ല, ഒരിക്കലും കാണിക്കില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രം എടുത്ത് അത് കഴിയും അവിടെ വെക്കാൻ പറയുമ്പോഴത്തേനും എന്തെങ്കിലും ഇട്ട് പറയും. എന്തെങ്കിലും പറയുമ്പോഴത്തേനും അദ്ദേഹം പറയും ഞാൻ ചെയ്യുന്ന എല്ലാം തെറ്റ് കുറ്റം ആറാ ഇതാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കരയാൻ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഉള്ളിൻ്റെ സങ്കടം പറയാൻ. എന്തായാലും ഞാൻ പുറമേ കാണിക്കില്ല, അതായത് പിന്നെ ചെയ്യും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പാത്രമല്ല ഇപ്പൊ കഴുകി വെക്കാറുണ്ട്, ഒന്നും വേസ്റ്റ് ചെയ്യാറില്ല. മാറ്റങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്, മാറ്റം ഒത്തിരി വന്നിട്ടുണ്ട്. അന്ന് ഇനി പറയാം, ഞാൻ ഒരു വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോ എന്തൊക്കെ മാറ്റം വന്നെനിക്ക്. ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്, ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെ അല്ല അത് ഞാൻ പറയട്ടെ, ഒരു കാര്യമുണ്ട്. ഞാൻ തന്നെയായിരുന്നപ്പോഴും നമ്മളെല്ലാവരും കൂടെ ആകുമ്പോഴത്തെ മാറ്റങ്ങൾ ഒത്തിരി ഉണ്ട്, ഇല്ലാന്നല്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ തന്നെ കൊച്ചും അമ്മയല്ലേ ഉള്ളൂ. അപ്പോൾ വേറെ ഒരു ആളില്ല. അപ്പോൾ ഒരാളുടെ അടുത്തേക്ക് വന്നപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി വന്നിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള ഈ ജീവിതവും ഒരാളും കൂടെ സഹായത്തിനുള്ളപ്പോൾ നമുക്കൊരു എന്താ അതിന് പറഞ്ഞ ഒരു ധൈര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഇവിടെ എല്ലാവർക്കും അറിയാം ഇന്ന ആൾക്കാർ ഇതാണ്. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് കയറി ഇരിക്കാം. ഞാനറിയില്ലല്ലോ, എന്നെ എല്ലാരും ഇപ്പൊ അറിയും കേട്ടോ. ഈ നാട്ടിലെ എന്നെ എല്ലാരും അറിയും ഇപ്പൊ, ആരും അറിയാത്തില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മള് വീഡിയോയും കൂടെ കാണുന്നതായോണ്ട് എല്ലാ നാട്ടുകാരും വീട്ടിലുള്ളവരൊക്കെ നമ്മളെ അറിയും, ഇവിടെ ഉള്ളവരൊക്കെ. ആദ്യമൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ആൾക്കാരെല്ലാം അറിഞ്ഞ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എവിടെ പോയിരുന്നാലും അത് ചേട്ടനെ അറിയുന്നവർ ഏത് നാട്ടിൽ കൊണ്ടിട്ടാലും അവിടെ അറിയുമെന്ന് പറഞ്ഞാണ്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി മരിച്ചു പോയതാ. അപ്പം അത്രയ്ക്ക് അടുത്തുള്ളവരാ, എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നവര്, എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുന്നവര്, അത്ര അടുത്ത വീട്ടുകാരാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ചേട്ടൻ ഇറങ്ങിയ വഴി തന്നെ ഒരു ചെറുക്കൻ്റെ പേർക്ക് അവിടെ ഇരുന്നിട്ട് വിളിക്കുക. അപ്പൊ ചേട്ടൻ ഓർത്ത് എന്നെ ആയിരിക്കും എന്ന് ഓർത്ത് അന്നേരം ജാക്സൺ ചേട്ടാന്ന് വിളിക്കുക. ഞാൻ ഇന്ന ആൾക്കാരെയും കൊണ്ട് ഓട്ടം വന്നതാന്ന് പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് വീടിന്റെ തൊട്ടടുത്ത ഞങ്ങളുടെ യാക്കോബിറ്റ് പള്ളി ഉണ്ടായിരുന്നേ. ആ പള്ളിയുടെ നടയിലാണ് ഞാൻ പോയി എപ്പോഴും വായിച്ചു പഠിക്കുക. ഇത്രയും 1ാം ക്ലാസ് മുതൽ B.Ed വരെ പഠിച്ചത് ആ നടയിൽ പോയിരുന്നു വായിച്ചു പഠിച്ചത്. അപ്പൊ വെറുതെ ഒന്ന് പോവാലോ നിർത്തുമ്പോ അതിന്റെ അടുത്ത് തന്നെ കുഞ്ഞുഞ്ഞു എന്ന് പറഞ്ഞ ചേട്ടന്റെ വീടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചേട്ടന്റെ മരുമകൻ, മോളുടെ ഭർത്താവ്, ഞാൻ ജാക്സൺ ചേട്ടനെ അറിയും. ഞാൻ പറഞ്ഞു ദേ നിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോ ദേ ഇവിടെ ഉള്ളതാണ് ആ പയ്യൻ, ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാ. ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ. എവിടെ ചെന്നാലും ചേട്ടനെ അറിയുന്ന ആരെങ്കിലൊക്കെ കാണും. ഞാനടുത്ത് പണ്ടപ്പള്ളിയിലെങ്കിലും ആരും കാണില്ലെന്ന് ഓർത്തെ. അപ്പൊ അവിടെ കൊണ്ട് എവിടെ ചെന്നാലും
നമ്മൾ ഒരു ആ പ്രത്യേകിച്ച് മൊട്ടത്തല കാണുമ്പോ അത് ഐഡന്റിറ്റി ആണല്ലോ. അത് ശരി. നമ്മള് തറവാട്ടിൽ ചെല്ലുമ്പോ ചാച്ചൻ പറയും ഇനി വരുമ്പോ ഞാൻ എന്റെ തല മുട്ടയടിച്ചിരിക്കുന്നു. ചാച്ചൻ അങ്ങനെ പറയുക ചെയ്യും. നീ പറ എനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്ന്. ഞാനാണ് പറയേണ്ടത്, ചാച്ചനല്ലേ. മാറ്റങ്ങളൊന്നും ഒത്തിരി മാറ്റം വന്നു. എന്ത് മാറ്റമൊക്കെയാ? എല്ലാ കാര്യത്തിലും അല്ല ഒറ്റ പണ്ട് നടന്ന ജീവിച്ചാലല്ലോ ഒരാൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ കൂടെ വരുമ്പോൾ അതിന്റെ മാറ്റങ്ങളുണ്ട്. ആദ്യം കുറിച്ചൊരു ഇതായിരുന്നു, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ എല്ലാ കാര്യത്തിലും സംഗതി എനിക്ക് മാറാൻ ഇച്ചിരി പാടുപെട്ടു. നേരത്തെ എല്ലാം തന്നെത്താനെ കൈകാര്യം ചെയ്തിട്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോ ഇത് അങ്ങനെ ചെയ്ത് ശരിയാവില്ല എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. അപ്പൊ അതൊക്കെ മാറി, ഓട്ടോമാറ്റിക്കലി മാറി അതൊക്കെ. ആദ്യമൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ട് എനിക്ക് അംഗീകരിക്കാൻ പാടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ സംഗതി ഓക്കെയാണ് സംഗതി. ഇനി എന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇനി പറഞ്ഞ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ങനെ എല്ലാം മാറി വരും. കാരണം ആ ഒരു ജീവിതം മുമ്പോട്ട് പോവല്ലേ, അല്ലാതെ ബ്രേക്ക് അല്ലല്ലോ, മുമ്പോട്ട് നമ്മൾ നടന്നു പോവാണ് ജീവിതം. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാനത് ഇച്ചിരി വലിയും എന്തെങ്കിലും ചെയ്തോട്ടെന്ന് ഞാൻ വയ്ക്കും. അപ്പൊ ചെയ്തോളൂല്ലോ, കുഴപ്പമില്ല. ഇല്ല ഞാൻ ഇപ്പൊ ഇത് എന്നാ ഈ കോഴിനെ മേടിച്ചു. അപ്പൊ ഞാനോർത്ത് ഇനിയിപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ കോഴിക്കുട്ടി കയറി തീറ്റ കൊടുത്തോളൂ, അത് കൊടുത്തു കൊടുത്തിട്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ചാട്ടൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പോയി അതിന്റെ പുറത്ത് പിന്നെ ഞാൻ അടുക്കളയില് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യും. കഞ്ഞിയും കറിയൊക്കെ വെക്കുന്ന പണി ചെയ്യുമ്പോ ചേട്ടൻ നേരെ കോഴിക്കൂട്ടി പോയി കോഴിക്ക് തീറ്റ കൊടുക്കും. ഞാൻ ആ സമയത്ത് പിന്നെ പോയി ഞാൻ കോഴിക്ക് വീണ്ടും സഹായിക്കാറുണ്ടല്ലോ കഞ്ഞി കറി വെക്കാൻ. ചേട്ടനാ രാവിലെ അടുപ്പ് കത്തിച്ച് തന്നെ. ചേട്ടൻ പറഞ്ഞു ആദ്യമായിട്ട് അടുപ്പ് കത്തിക്കാൻ പോയപ്പോ ചേട്ടൻ പറഞ്ഞു അങ്ങ് മാറി നിൽക്കുക, എനിക്ക് അടുപ്പ് പെട്ടെന്ന് കത്തിക്കാൻ അറിയാന്ന് പറഞ്ഞു. എന്നാ പിന്നെ അന്ന് ഞാൻ കത്തിച്ചു. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ഞാൻ കത്തിച്ചിട്ട് എന്തിനാവണില്ല. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞതാണല്ലോ അടുപ്പ് കത്തിക്കാൻ അറിയാന്ന്. എങ്കിൽ പിന്നെ ചേട്ടൻ കത്തിച്ചോളാൻ പറഞ്ഞു. ഇനിയിപ്പൊ എന്നും ചേട്ടൻ കത്തിക്കൂല. ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ചേട്ടൻ എനിക്ക് അടുപ്പ് കത്തിക്കാനുണ്ടെന്ന് പറയുമ്പോ അതാണ് പറയുന്നത്. ആദ്യമേ തന്നെ ഒന്നും ചെയ്യരുത്. ചെയ്യാതിരിക്കുവാണെങ്കിൽ പിന്നെ ഒന്നും ജോലി പറഞ്ഞോണ്ട് വരൂല. പറ. അങ്ങനെ എന്തായാലും ശരി. ഇപ്പൊ ഞാൻ ഇച്ചിരി ഒരു താളം കാണും. എന്തെങ്കിലും പണി പൂച്ചില് അല്ല നനയ്ക്കാനോ കുഴിച്ചിടാനോ. ഇന്നിപ്പോ 2-3 ഇത് ചെടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നാളെ ഇപ്പൊ രാവിലെ ഞാൻ കുഴിച്ചിടണം, ഇല്ലെങ്കിൽ അത് അവിടെ ഇതായി പോവും. മൈലാഞ്ചി ഉണ്ട് ചേട്ടാ. പിന്നെ ഇല്ലേ, പിന്നെ എന്താ പറയാൻ വന്ന മറന്നുപോയി. മറവി കൂടുതലാ. പിന്നെ അത് ഇടയ്ക്ക് വരെ നുള്ളിപ്പൊടി തന്നെ കുഴപ്പമില്ല. എന്താ പറയാൻ വന്നതായിരുന്നു ഞാൻ. ഒരു കാര്യ ചേട്ടന് നേരത്തെ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയത്തില്ല, വീഡിയോ ചെയ്തിട്ടില്ല, പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ടില്ല. ആദ്യത്തേക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയായിരുന്നു. ക്യാമറ പിടിക്കുമ്പോഴത്തേക്കും ചേട്ടൻ മുഖം മാറ്റിക്കളി, തിരിഞ്ഞു നിൽക്കും, ഓടി നടക്കും. ഇപ്പൊ ചേട്ടൻ നല്ല എന്നെക്കാളും ആക്റ്റീവായിട്ട് വന്ന വീഡിയോയിൽ. ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ, ചേട്ടൻ എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ വന്ന് വീഡിയോ പിടിക്കണുണ്ടോ, ഞാനായോണ്ടാ വീഡിയോ എടുക്കാത്തത്, നമ്മളെയൊക്കെ വീഡിയോ പിടിക്കാൻ ആരുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ അതിൽ നിന്ന് വന്ന എന്താ തോന്നിയേ? അല്ല അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാനിപ്പോ നമുക്ക് ചാനലുണ്ട്, നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ വേറെ പല ചാനലുകളുണ്ട്. അപ്പോൾ ഒരേ വീട്ടിലുള്ള ഇത് ഭാര്യയും ഭർത്താവും കൂടെ അവര് ചെയ്യുന്ന ഭർത്താവ് പോയി പണി ചെയ്യുന്നു. അപ്പോ സോഷ്യൽ മീഡിയയില് ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ചേട്ടന് തോന്നുന്നത് എന്താ? ഇപ്പൊ അല്ല അങ്ങനെ ആദ്യമൊക്കെ മടിയായിരുന്നു കേട്ടോ, സത്യം പറയാട്ടോ. ഞാൻ അങ്ങനെ ഒരു പിന്നെ ആയിരിക്കുമ്പോൾ നമ്മൾ ഒരേ ഇത് കാണും, വേറെ ആൾക്ക് ചാനൽ കാണുമ്പോൾ ഒരേ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ പുറകെ ക്യാമറയായിട്ട് പോകുന്നു, പിടിക്കുന്നു, അത് ചെയ്യുന്നു, ആ പണി ചെയ്യുമ്പോൾ എടുക്കുന്നു. അങ്ങനെ ഒന്നിപ്പോൾ ഞാനും ആലോചിച്ച് എന്തിനാ ഞാനും ഇങ്ങനെ പോയി പുറകോട്ട് നിൽക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ചാനലുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പണി ചെയ്യുന്നു, വാഴ വെട്ടുന്നതും അതെല്ലാം ഒന്ന് എടുത്ത് എല്ലാരും കാണുന്നത്. അങ്ങനെ പിന്നെ ഇപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ചേട്ടനെ ഇപ്പൊ കൊറേ പേര് തിരിച്ചറിയുന്നില്ലേ, കൊറേ ആളുകളെ തിരിച്ചറിയുമല്ലോ ചേട്ടനെ. ഇപ്പൊ എവിടെ ചെന്നാലും ശരി, ഇപ്പൊ തന്നെ ഞാൻ എവിടെ പോയാലും ശരി, ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലും ഒത്തിരി ആൾക്കാർ അറിയാവുന്നവര് വന്നു മിണ്ടും ചിലവര്, അല്ലെങ്കിൽ ചിരിച്ചിട്ട് പോവും. അങ്ങനെ
ഇപ്പോൾ ആശുപത്രിയിലായാലും പള്ളിയിലായാലും എവിടെയും കണ്ടാൻ പോകുമ്പോൾ അങ്ങനെ പോകാറില്ല. ഇപ്പോൾ എവിടെ പോകാനും ഞങ്ങൾ ഒന്നിച്ചാൽ പോകാറുള്ളൂ. മീൻ ചുരുക്കം ചില ഞാൻ പോകുമ്പോൾ അല്ല തന്നെ ഇപ്പോൾ കരിമണ്ണൂരായാലും ഈ കടയൊക്കെ ചെല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടാലും ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ തന്നെ ഈ കണ്ടു കഴിഞ്ഞ് വർത്താനം പറയാം, ഞങ്ങൾ ഞാൻ ഇത് കാണണം കൂട്ടോ എന്ന് പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ഇതുണ്ട്. ചില ഓഫീസിൽ കൂടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാര്യത്തിന് ചെല്ലുമ്പോൾ അവർ പറയും, ആ ഞങ്ങൾ ചാനൽ കാണണം കേട്ടോ, കുഴപ്പമില്ല കേട്ടോ, നല്ല ഭംഗിയാണ്, നല്ല ഇതുണ്ട് കേട്ടോ എന്ന് പറയുകയും ചെയ്യും. ഇത് പിന്നെ ഞാൻ പിന്നെ അതിനോട് സഹകരിക്കുമല്ലേ. പിന്നെ ഒരു ഇതിലേക്ക് പോന്നു. സന്തോഷം തന്നിട്ടുണ്ടോ ഇങ്ങനെ ആളുകളൊക്കെ തിരിച്ചറിയുമ്പോഴ്? പിന്നെ നമ്മള് ഇപ്പൊ എവിടെ ചെന്ന് കഴിയുമ്പോ ഒത്തിരി ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാവും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കാണുമ്പോഴൊക്കെ എനിക്കിനി ചാനൽ ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ, ഇങ്ങനെ യൂട്യൂബ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഫാമിലി കല്യാണം കഴിക്കുമ്പോ അറിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ചേട്ടനെ കണ്ട ആദ്യമായിട്ട് മിണ്ടിയാന്ന് പറഞ്ഞു. ചേട്ടൻ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞു. ഞാനടുത്ത് ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ബിന്ദു സ്ട്രീംസ് എന്നാ പേര്. ചേട്ടന് എന്നാ സംഭവം എന്ന് പോലും മനസ്സിലായില്ല. ചേട്ടൻ അറിയില്ലല്ലോ, അറിയില്ല എന്നൊന്നും പറയത്തില്ല. ഞാൻ എനിക്ക് അതിന് സമയമില്ല ഒന്ന് അന്ന്. ഞാൻ രാവിലെ പോയാൽ വൈകുന്നേരം വരുള്ളൂ. രാവിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ അവർ ഞാൻ ശനിയും അല്ല ഞായറാഴ്ച ആണെങ്കിൽ പിന്നെ രാവിലെ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പോകുന്നു. പിന്നെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞാൽ വരുള്ളൂ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് വന്ന് ഉച്ചയ്ക്ക് വന്നാൽ ഇവിടെ വന്നിട്ട് ചോറ് കൊണ്ടിട്ട് ഒരു മണിക്കൂർ കിടന്നുറങ്ങും. ചിലപ്പോൾ കിടക്കത്തുമ്മ അതേ ഉള്ളൂ, അല്ലാതെ ഇതില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കാണാൻ തുടങ്ങിയത്. ഈ മൊബൈല് നോക്കുന്ന ഞാനെന്നാ ഈ ന്യൂസൊക്കെ ഞാൻ നോക്കാറില്ല. അല്ലാതെ ഇത് ഇങ്ങനെയുള്ള പിന്നെ കോമഡികൾ വല്ലതും ഉണ്ട് ഞാൻ കാണുന്നത്. അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും. സിനിമയിലെ കുറച്ച് കട്ടിങ്സ് കണ്ടോണ്ടിരിക്കും ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്നത്, കാണാറില്ല. അല്ലാതെ ഫുള്ളായിട്ട് കാണുന്നില്ല. ഫുള്ളായിട്ട് സിനിമ കണ്ടത് തന്നെ തിയേറ്ററിൽ പോയിരുന്ന വർഷം. ഏതാണ്ട് 96 ഞാൻ സിനിമ കണ്ടത്. 96 ആറാം തമ്പുരാൻ കണ്ട. പിന്നെ കാണുന്നത് 2025 സിനിമയായിരുന്നു. പിന്നെ കണ്ട എമ്പുരാനില്ല നമ്മൾ പോയി കണ്ടത്. അന്നും മോഹൻലാലിന്റെ പടം വീണ്ടും 96 ശേഷം വീണ്ടും മോഹൻലാലിന്റെ പടം നമ്മൾ പറയുകയും ചെയ്തത്. അതിന്റെ ഇടയ്ക്ക് ഈ 96 കഴിഞ്ഞ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇത് വൈകുന്നേരം ഉച്ചയായപ്പോൾ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു ഞങ്ങൾ സിനിമ കാണാൻ പോവാം പാന്ന്. ഞാൻ പറഞ്ഞു ഞാനും പോകില്ല, എനിക്ക് പാന്ന് ഞാൻ ടിക്കറ്റ് എടുത്ത ഒരാൾ പറഞ്ഞു. അങ്ങനെ ചുമ്മാ കൂടെ പോയി. സൗദിയിലോ? അല്ല ഇവിടെ വന്ന് ഞങ്ങൾ അന്ന് ഈ ജോസ്മോളിൽ പുറം ഒരു തിയേറ്റർ ഉണ്ട്, ഹോസ്പിറ്റലിൽ പറഞ്ഞു. അത് നമ്മൾ വൺ വേ വഴിക്ക് വഴിയില്ലേ, അതിപ്പോൾ പേരിനാണ് എനിക്കറിയാം, ഐശ്വര്യ. അപ്പോൾ പോയി ഇരുന്ന് അവരെല്ലാം ഇത് കണ്ടോണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് എനിക്കെന്തോ ഇത് കണ്ടത് ഇന്ന് നല്ലൊരു പടമാണ്, അവർക്കും നല്ല പടമാണ്. ഞാനൊരു അരമണിക്കൂർ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ കണ്ടക്കാന്ന് പറഞ്ഞു. നിങ്ങൾ വന്നേക്കാൻ പറഞ്ഞു. നല്ല സിനിമയായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ രണ്ടാമതൊരു പിന്നെ പടം കാണി. ഇപ്പൊ അടുപ്പിച്ച് 3 അല്ലേ? 3 എമ്പുരാൻ കണ്ടു, തുടരും കണ്ടു, പിന്നെ ലോക കണ്ടു, പെറ്റ് ഡിറ്റക്റ്റീവ് കണ്ടില്ല. ചേട്ടൻ ഉറങ്ങിപ്പോയി. പെറ്റ് ഡിറ്റക്റ്റീവ് ഇന്നാള് കാണാൻ പോയത് ഒരു പട്ടീനെ ഇങ്ങനെ കൊണ്ട് കളഞ്ഞ. ചേട്ടൻ ഇരുന്ന് ഉറങ്ങുക, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കഥ പറഞ്ഞിട്ട് കാര്യമില്ല, വന്നിരുന്ന് ഉറങ്ങി. പെറ്റ് ഡിറ്റക്റ്റീവ് കാണാൻ പോയായിരുന്നു. ലാസ്റ്റ് കണ്ടതാണോ? ലോക മൂവി ഓർക്കണ്ടോ? മറ്റേ കിളിയേ അത് കഴിഞ്ഞ് പെറ്റ് ഡിറ്റക്റ്റീവ് ഇന്നാളും നമ്മൾ പോയി കണ്ടത്. രാത്രി 10:45 പോയി. അതിനകത്ത് ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞൊരു നടനായിരുന്നു. കോളേജിൽ വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് ഒക്കെ അത് ലോക.
ചേട്ടൻ ഉറങ്ങിപ്പോയി. ചേട്ടൻ കുറച്ചേരം നോക്കിയിരുന്നപ്പോ ചേട്ടന് പറഞ്ഞു ബോറടിക്കുക. ചേട്ടന് കഥയും മനസ്സിലായില്ല. ഞങ്ങളിരുന്ന് ചിരിച്ചിരിച്ച് മടുത്തു പോയി. നല്ല പടായിരുന്നു. ചേട്ടൻ കണ്ടില്ല. ചേട്ടനൊന്നും മനസ്സിലായില്ല അന്നത്തെ കാര്യം. ആദ്യം ഞാൻ ഓർക്കണ്ട, എന്റെ തൊട്ടപ്പുറം ഇരുന്നവര് അവര് പറയാം, ഓ ഇനി ഇറങ്ങി പോകണം, ഇതെന്ത് പടം അവരൊക്കെ നല്ല അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കാണിച്ചത് മെക്സിക്കനിൽ നടക്കുന്ന ഒരു തീവ്രവാദ സംഭവമൊക്കെയാ. അവിടെ നിന്നിട്ട് ആ തീവ്രവാദി കേരളത്തിലേക്ക് വരും. അപ്പൊ ആ തീവ്രവാദിയുടെ ഫോട്ടോ എടുത്ത ഒരാൾ മാത്രമായിരുന്നു. അപ്പം ആ ആളെ ഇവ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലുന്ന പേടിച്ച ആൾ നാട്ടിലേക്ക് വരും. ആളുടെ മോനാണ് അവസാനം പെറ്റ ഡിറ്റക്റ്റീവായിട്ട് വരുന്നത്. അത് നല്ല കഥയായിരുന്നു. ഈ മെക്സിക്കോയിലെ വെടിവെപ്പ് കണ്ടപ്പോൾ ചേട്ടനൊന്നും മനസ്സിലായില്ല. ചേട്ടനവിടെ കിടന്നുറങ്ങി. അത് ഭയങ്കര കോമഡി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഒത്തിരി ലെങ്തി ആയിട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകില്ല. അപ്പം ഞങ്ങൾ പോവുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവായിരിക്കും. ബൈ.